മറ്റൊരു വാർത്ത വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ അധ്യക്ഷന്മാർ റാഫേൽ തട്ടിൽ. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർക്ക് കത്ത് നൽകി. ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. എബിൻ, ഇത് പല തവണയായി നൽകുന്ന നിർദ്ദേശമാണല്ലോ, നടപ്പിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഇപ്പോഴും. എബിൻ, ഇപ്പോഴെന്താണ് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്? എബിൻ ഉന്മേഷ്, ഇതൊരു അന്ത്യശാസനം പോലെയാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ആ യോഗത്തിലും തീരുമാനമായിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികരും അതുപോലെ തന്നെ വിശ്വാസികളും പള്ളികളും എല്ലാം പറയുന്നത് ജനാഭിമുഖ കുർബാന തുടരണമെന്നാണ്. അതല്ലെങ്കിൽ മറ്റ് ഒരു മെത്രാപ്പൊലിത്തൻ സഭയായിട്ട് തന്നെ സിനഡിൽ നിന്ന് മാറി മാർപ്പാപ്പയുടെ പരിധിയിൽ തന്നെ നിൽക്കുന്ന ഒരു സഭയായി അംഗീകാരം നൽകണമെന്നുമാണ് നിർദ്ദേശം. ഏതായാലും ഈ വ്യാഴാഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെയ് മാസത്തിൽ ഈ മെത്രാന്മാരുടെ സംഘം വത്തിക്കാനിൽ പോകുന്നുണ്ട്. ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വത്തിക്കാനെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് നടപ്പിലാക്കിക്കൊണ്ടുള്ള തീരുമാനം വരണമെന്നുള്ളതാണ് റാഫേൽ തട്ടിലിൻ്റെ നിർദ്ദേശം. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും ജനാഭിമുഖ കുർബാന തുടരണമെന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഉന്മേഷ്, ശരി. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.